ഇംതിയാസ് സോൾഡ് ഔട്ടായി, മുഡോൺ സോൾഡ് ഔട്ടായി, ബിയോണ്ട് സോൾഡ് ഔട്ടായി, ആലിഫ് സോൾഡ് ഔട്ടായി. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ ക്ലയൻസ് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയോ, സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന്. അതേ ആൾക്കാർ ഇന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ന്യൂസും കണ്ടുകൊണ്ടിരുന്നവർ അതേപോലെ തന്നെ ഇരുന്നു. പക്ഷേ ബുദ്ധിയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തത്, ഈ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്ത് ഇതൊരു YS മാർക്കറ്റാണെന്ന് മനസ്സിലാക്കി അവർ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് യൂണിറ്റ്സ് തന്നെ സെലക്ട് ചെയ്യാനും പറ്റി. ഇപ്പോൾ കുറേ പേരെന്നെ വിളിച്ചിട്ട്, സിദ്ധാർത്ഥ് ഇപ്പോൾ ഈ ഹൈപ്പിൽ നിൽക്കുന്ന പ്രൊജക്ട്സിൽ ഇനി യൂണിറ്റ്സ് കിട്ടാൻ ബാക്കിയുണ്ടോ? സോൾഡ് ഔട്ട് ആയാലും അവിടെ കിട്ടാനാണ്. ഇതാണ് മെയിനായിട്ട് എല്ലാവരും ഈ അഷുറൻസും ഷുവർട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ സ്മാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ യൂണിറ്റ്സ് സെക്യൂർ ആക്കാനായിട്ട് നോക്കും. ബിക്കോസ് അവർക്ക് എന്നും അറിയാം ദുബായ് എന്ന് പറഞ്ഞ സിറ്റി പല ക്രൈസിസിൽ നിന്നും സിമ്പിളായിട്ട് ബൗൺസ് ബാക്ക് ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ റോ ഡിസ്ട്രിക്റ്റിൻ്റെ ഫേസ് 2ൻ്റെ EOI കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി അടുത്ത സോൾഡ് ഔട്ട് എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ വേഗം നിങ്ങളുടെ EOI സബ്മിറ്റ് ചെയ്യുക. ആൻഡ് ഭാവിയിൽ യു വിൽ താങ്ക് യുവർ സെൽഫ് ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പോൾ ശരി, പിന്നെ കാണാം.